ഹായ് കൂട്ടുകാരെ, ചർമ്മത്തിനകത്തുണ്ടാവുന്ന നിറക്കുറവാണോ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ചുളിവും പിമ്പിൾസിൻ്റെ പാടും എല്ലാം മാറ്റി ചർമ്മം നല്ല ക്ലീൻ ആക്കാനും തിളക്കം വെക്കാനും സഹായിക്കും കേട്ടോ. അടുക്കളയിൽ ഈ പറയുന്ന കാര്യം മാത്രം മതി, അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. അതൊക്കെ എന്താണെന്ന് പറയാം. തൈര് ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോവാം മക്കളെ. തൈര് നമുക്ക് വേണം 1 ടേബിൾ സ്പൂൺ. പുളിയില്ലാത്ത തൈരാണ് നമുക്ക് വേണ്ടത്. തൈര് അങ്ങനെ ഞാൻ ചേർത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചർമ്മത്തിന് തിളക്കം നൽകാനും ടാൻ റിമൂവ് ആക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സാധിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കടലമാവിൻ്റെ പൊടി തൈരും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. അങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായി നമ്മുടെ സ്കിന്നിന് വളരെ വേണ്ടത് നമ്മുടെ സ്കിന്നിനകത്ത് കൊളാജൻ മസാല ചേർത്ത് ടാൻ റിമൂവ് ആക്കാനും ഒക്കെ നോർമൽ ഓട്സ് ആണ് എടുക്കേണ്ടത്. ഞാനിവിടെ എടുക്കുന്ന ഓട്സിൻ്റെ അളവെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. ഓട്സ് വേണം കേട്ടോ. ഓട്സ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ ഓട്സ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കിയ ഉടനെ തന്നെ ഇടാനായിട്ട് നോക്കണം, വെച്ചിട്ട് പിന്നീട് ഇടാനായിട്ട് നോക്കരുത്. ഇവിടെ ഞാൻ റിസൾട്ട് കാണിക്കുന്നത് എൻ്റെ കൈകളിൽ ഇട്ടിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത്. കൈകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഫേസിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾ ഫേസിലിടുന്നതിൻ്റെ മുന്നേ നല്ല പോലെ ക്ലീൻ ആക്കിയിട്ട് വേണം ഇടാനായിട്ട്. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഡെഡ് സ്കിന്നിലേക്ക് ഇടുക, അതായത് നമ്മുടെ സ്കിന്നിനകത്ത് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണെങ്കിൽ പ്രതീക്ഷിച്ച ഒരു റിസൾട്ടും കിട്ടില്ല. ഞാൻ 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയിട്ടുള്ള മാറ്റമാണ് നിങ്ങളെ കാണിച്ചത്. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഡെയിലി സ്കിൻ കെയറിനകത്ത് ഇത് ഉപയോഗിക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അത് ചെയ്തിട്ടുള്ള അതിൻ്റെ റിസൾട്ട് വന്ന് പറയാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മറക്കല്ലേ.